everyone, welcome back to Shiblas kitchen. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ നോമ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചായയാണ് കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നോമ്പിന്റെ ക്ഷീണമൊക്കെ മാറുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കൊറോണ ടൈമിനും കൂടി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ടീ ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കിടിലൻ ചായ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു ചായ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ചായയാണ്. അപ്പൊ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ചായ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ചായപാത്രം അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം എടുക്കാം. നിങ്ങൾ ഏത് കപ്പിലാണോ ചായ സെർവ് ചെയ്യുന്നത് അതേ ഒരു കപ്പിൽ തന്നെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും കൂടി എടുക്കുക. സെയിം റേഷ്യോയിൽ എടുക്കുക. പാലും അതുപോലെ തന്നെ നമ്മുടെ വെള്ളവും കൂടി സെയിം റേഷ്യോയിൽ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2 പേർക്ക് കുടിക്കാനുള്ള ചായ ഉണ്ടാവും, ഒരാൾക്കോ 2 ആൾക്കോ കുടിക്കാനുള്ള ചായ അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഇതിലുണ്ടാവില്ല. അപ്പം നിങ്ങൾ എത്ര പേർക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളവും പാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ചായയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു കണക്കൊന്നും വേണമെന്നില്ലല്ലോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇത് തിളക്കുന്നതിനിടക്ക് നമുക്ക് ചെറിയൊരു ജോലിയുണ്ട്. നമ്മൾ ഈ ചായനെ സ്പെഷ്യൽ ആക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാൻ തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാട കെട്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇത് പാട കെട്ടിയിട്ടുണ്ട്. പാട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കെട്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ഇതിനെ സ്പെഷ്യലാക്കുന്ന ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ചായയെ സ്പെഷ്യലാക്കുന്നതും അതുപോലെ തന്നെ ഹെൽത്തി ആക്കുന്നതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ 4 കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 4 എടുക്കുക. ഞാൻ ഈ ഒരു അളവിലോട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇത് ജാതിപത്രിയുടെ ഇതളുകളാണ്. അപ്പോൾ ജാതിപത്രിയുടെ ഒരു 2 ഇതളുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ചായയിലോട്ട് ഇത്ര മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ കറുവാപ്പട്ടയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഏലക്കായയും അതുപോലെ തന്നെ 2 ഗ്രാമ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 2 പേർക്ക് കുടിക്കാനുള്ള ചായയുടെ അളവിലേക്കുള്ള സ്പൈസസ് ആണ്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ചായ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ അളവിലും കൂടുതൽ പാലും വെള്ളവും വെക്കുന്നുണ്ടെങ്കിൽ ഈ സ്പൈസസിൻ്റെ അളവും കൂട്ടണം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഈ ഇഞ്ചി വേറെ, ഈ ഡ്രൈ ആയിട്ടുള്ള സ്പൈസസ് വേറെ വേറെ ആയിട്ട് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ. പാല് തിളച്ചിട്ടില്ല. പാല് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഞാനിപ്പം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ചായ ഒന്ന് റെഡിയായി വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ചിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചായപ്പൊടി നല്ല കടുപ്പത്തിലുള്ള ചായപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡിലുള്ള ചായപ്പൊടിയിൽ തന്നെ ചായ ഉണ്ടാക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിലോട്ട് 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ലോയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ കിട്ടുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരച്ചെടുത്താലൊന്നും നല്ല ചായ കിട്ടില്ല. നമ്മൾ ആ ഒരു കണക്കിനുള്ള പൊടി ചേർത്ത് കൊടുത്തിട്ട് ചായ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസസ് ഉണ്ടല്ലോ, ആ സ്പൈസസ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിയിടുന്ന അതേ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഓവറായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് ടൈമിന് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ചായ. ഇനിയിപ്പം നമുക്കൊരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ
ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി പാലിൽ നിന്നും കുറച്ചൊന്ന് കുറഞ്ഞു വരും. എന്നാലും കുഴപ്പമില്ല. ഇതുപോലത്തെ ചായയൊക്കെ നമ്മൾ ഒരു വലിയ ഗ്ലാസ്സിലൊന്നും കുടിക്കുന്നില്ലല്ലോ. ചെറിയൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ മാത്രമേ നമ്മൾ കുടിക്കുന്നുള്ളൂ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീ ആണ്. തലവേദനക്കൊക്കെ നല്ല ഒരു ശമനം നൽകുന്നൊരു ടീ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കടുപ്പം ഇതിനനുസരിച്ച് നമ്മളിത് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് പൊടി തന്നെ ആദ്യം ചേർത്ത് കൊടുത്താൽ കൂടുതൽ സ്ട്രോങ് ആയി പോകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പൊടിയുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. നമ്മളിപ്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, അത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. നമ്മൾ പഞ്ചസാര പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം എല്ലാവരും വിത്തൗട്ട് ഷുഗറാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതും ഹെൽത്തി ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് പഞ്ചസാര ഇടാണ്ട് കുടിക്കുന്നതാണ്. ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും കേട് പഞ്ചസാര ഇട്ട ചായയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ ചായ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആറ്റിയെടുക്കണം. ചായയുടെ നല്ലൊരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ചായ ഒന്ന് ആറ്റിയെടുക്കണം. ആ ഒരു സമയത്ത് നമ്മളിത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഈ ചായ ഒന്ന് ആറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചായ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ചായയുടെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ആറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഈ ഒരു ചായ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് ആയിട്ട് എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനൊരു മുമ്പൊരു ചായ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.